ലൈവ് തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് ഉപരോധം വ്യാപിപ്പിക്കാൻ നീക്കവുമായി ഇറാൻ. തന്ത്രപ്രധാനമായ ബാബൽ മാൻഡീബ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടെ ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിലെ പൈലറ്റിന് വേണ്ടിയുള്ള US-ന്റെ തെരച്ചിലും പുരോഗമിക്കുകയാണ്. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് ഇറാൻ പാരിതോഷികവും പ്രഖ്യാപിച്ചു. US-ന് 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തകർത്തത്. വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഇങ്ങനെ ഒരു പ്രതിരോധം ഇറാന്റെ ഭാഗത്തു നിന്ന് US-ഓ ഇസ്രായേലോ പ്രതീക്ഷിച്ചാണോ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്? കാരണം തുടക്കത്തിൽ തന്നെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് മേലും ഇസ്രായേലിൻ്റെ മേലും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ മേലും സഖ്യരാഷ്ട്രങ്ങളുടെ മേലൊക്കെ ഉണ്ടാകുന്നു. മാത്രമല്ല, ഏകദേശം അമേരിക്കയുടെ 13 സൈനികരോളം കൊല്ലപ്പെടുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, 2 യുദ്ധവിമാനങ്ങൾ തകർക്കുന്നു. ഇത് ഈ US-ന്റെ നിയന്ത്രണത്തിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ഇങ്ങനെയൊരു പ്രതിരോധം അവർ പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ് നിലവിലെ സാഹചര്യം? ടോം, യഥാർത്ഥത്തിൽ US-ഉം ഇസ്രായേലും ഇറാനെ വല്ലാതെ രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതെന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ കണക്കാക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം, അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഈ യുദ്ധം അത് ഇറാൻ വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ അവർ തങ്ങളുടെ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും